വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ.എം. സണ്ണി. ജ്ഞാനപീഠ ജേതാവും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനുമായ എം.ടിയുടെ ശ്രദ്ധേയമായ നോവൽ രണ്ടാമൂഴം ആരംഭിക്കുന്നത് യാത്ര എന്ന അധ്യായത്തിൽ നിന്നുമാണ്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് പഞ്ചപാണ്ഡവർ മോക്ഷം തേടി ദ്രൗപദി സമേതം മഹാപ്രസ്ഥാനം നടത്തുന്നതാണ് സന്ദർഭം. ആ യാത്രയിൽ ആദ്യം വീണുപോകുന്നത് ദ്രൗപദിയാണ്. മുന്നിൽ പോകുന്ന യുധിഷ്ഠിരന് കേൾക്കാവുന്ന അത്ര ഉച്ചത്തിൽ ഭീമൻ വിളിച്ചു പറഞ്ഞു, "നിൽക്കൂ ജ്യേഷ്ഠ, ദ്രൗപദി വീണുപോയി." അത്ഭുതമില്ല, ഉടലോടെ ദേവപദത്തിലെത്താനുള്ള ആത്മവീര്യം അവൾ പണ്ടേ നഷ്ടപ്പെടുത്തി, യുധിഷ്ഠിരൻ പറഞ്ഞു. അവൾ അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. രാജസൂയത്തിൽ എൻ്റെ അരികെ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അർജുനനിലായിരുന്നു. യാത്ര തുടരൂ, വീഴുന്നവർക്കു വേണ്ടി കാത്തു നിൽക്കാതെ യാത്ര തുടരൂ, യുധിഷ്ഠിരൻ തുടർന്നു പറഞ്ഞു. ജീവിതം ഒരു മഹായാത്രയാണ്. ആ യാത്രയുടെ അന്തിമമായ ലക്ഷ്യം ദേവപദം എന്ന മോക്ഷവുമാണ്. സ്വയംകൃതാനർത്ഥം കൊണ്ട് പാതി വഴിയിൽ വീണുപോകാതിരിക്കാനുള്ള വിവേകം കൂടി സ്വജീവിതം കൊണ്ട് നാം ആർജിക്കേണ്ടതുണ്ട്. നിരക്ഷീര വിവേകി ആയിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യുക എന്നതാണ് വിവേകത്തിൻ്റെ ലക്ഷണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ദേവപദം എന്നത് അവർ പഠിക്കുന്ന വിഷയം ഉയർന്ന മാർക്കോടെ വിജയിച്ച് അടുത്ത കോഴ്സിന് ചേരുക എന്നതാണ്. ഒരു ഉദ്യോഗാർത്ഥിക്കാകട്ടെ ആഗ്രഹിച്ച ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുക എന്നതായിരിക്കണം അയാളുടെ ദേവപദം. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ തടസ്സങ്ങൾ നിരവധിയാണ്. സോഷ്യൽ മീഡിയ, ചില സൗഹൃദങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ, അങ്ങനെ പലതും. വാഹനം സുരക്ഷിതമായ ലക്ഷ്യസ്ഥാനത്ത് യഥാസമയം എത്തിക്കുമ്പോഴാണ് ഡ്രൈവറുടെ കഴിവ് സമൂഹം അംഗീകരിക്കുക. വഴിയിൽ ആകർഷകമായ കാഴ്ചകൾ നിരവധിയാണ്. അതിലേക്ക് കണ്ണുകൾ തിരിഞ്ഞാൽ നിശ്ചയമായും അപകടം സംഭവിക്കും. നാം വഴിയിൽ വീണുപോകും. ആരും നമുക്ക് വേണ്ടി കാത്തു നിന്നുകൊള്ളണമെന്നില്ല. ബൈബിളിൽ പരാമർശിക്കുന്ന 10 കന്യകമാരുടെ ഉപമ നല്ലൊരു ഉദാഹരണമാണ്. ബുദ്ധിമതികളായ 5 പേർ അവരുടെ വിളക്കുകളിൽ എണ്ണ കരുതിയിരുന്നു. ബാക്കിയുള്ളവരാകട്ടെ അവരുടെ വിളക്കുകളിൽ എണ്ണ കരുതാനുള്ള ജാഗ്രത കാണിക്കാത്തതിനാൽ മണവാളനോടൊത്ത് മണിയറയിൽ പ്രവേശിക്കാനുള്ള അവസരം അവർക്ക് നിഷേധിക്കപ്പെട്ടു. എപ്പോഴും തയ്യാറായിരിക്കുക എന്ന സന്ദേശമാണ് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്. പരീക്ഷയ്ക്ക് മുമ്പ് നല്ല തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉയർന്ന വിജയം കൈവരിക്കാനാകുകയുള്ളൂ. ലഭിക്കുന്ന അവസരം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ എപ്പോഴും സജ്ജരായിരിക്കുക എന്നത് വളരെ പ്രധാനമാണ്. നഷ്ടപ്പെട്ട ഒരവസരം രണ്ടാമതും നമ്മെ തേടി വന്നുകൊള്ളണമെന്നില്ല. മത്സരാധിഷ്ഠിതമായ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് അനിവാര്യമാണ്. ഈ സന്ദർഭത്തിൽ ചരിത്രകാരനായ പ്രൊഫസർ എം.ജി.എസ്. നാരായണൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. നിങ്ങൾ സിവിൽ സർവീസാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പിന്നെ കുറച്ച് നാളത്തേക്ക് പ്രലോഭനത്തിൽ വീണുപോകുന്ന ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. അതൊരു പക്ഷേ നല്ല ഭക്ഷണമായിരിക്കാം, ചില സൗഹൃദങ്ങളായിരിക്കാം, അങ്ങനെ പലതും. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അതേ വിഷയം തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ചിലർ ആ കോഴ്സ് കഴിഞ്ഞ് മറ്റു മേഖലയിലേക്ക് തിരിയുന്നവരാണ്. കുറച്ചുപേർ അതേ വിഷയം തുടർന്ന് പഠിച്ച് മാസ്റ്റർ ബിരുദമോ ഗവേഷണ ബിരുദമോ നേടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന സുഹൃത്തുക്കൾ പരസ്പരം ചേർന്ന് നിൽക്കുന്നത് ഗുണകരമായിരിക്കും. നമ്മുടെ ലക്ഷ്യം നാം തന്നെ തിരഞ്ഞെടുക്കണം. സ്വയം മാതൃകയാകുക. മറ്റുള്ളവരിൽ നിന്ന് നല്ല മാതൃകകൾ മാത്രം സ്വീകരിക്കുക. ജീവിത വിജയത്തിന് കുറുക്കുവഴികളില്ല. കുറുക്കുവഴികൾ താൽക്കാലിക വിജയം മാത്രമാണ് സമ്മാനിക്കുക എന്ന് തിരിച്ചറിയുക. അന്തിമ വിജയം കഠിന പരിശ്രമത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി സമർപ്പണ ബോധത്തോടു കൂടിയുള്ള പ്രവർത്തനം ആവശ്യമാണ്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് ബൈബിൾ പറയുന്നു. കലപ്പയ്ക്ക് കൈവയ്ക്കുക എന്നാൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നാണ്. തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം മറന്നുള്ള പ്രവർത്തനങ്ങൾ വലിയ വീഴ്ചയ്ക്ക് കാരണമാകും. മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ചില സൗഹൃദങ്ങളോടും ഇഷ്ടങ്ങളോടും നോ എന്ന് പറയാൻ കഴിയുമ്പോൾ മാത്രമേ ദേവപദത്തിൽ എത്താനുള്ള യാത്ര സുഗമമായി തീരുകയുള്ളൂ. മലയാളത്തിൻ്റെ മഹാനായ എഴുത്തുകാരൻ എം.ടി എന്ന ആ വലിയ 2 അക്ഷരം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഡോക്ടർ എൻ.എം. സണ്ണി തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.